തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തു, ഇന്നൽ മസ്അലത്ത ചോദ്യം ലാ തഹില്ലു ലി വനിയിൻ, വനിയനുക്ക് സമ്പന്നനായ വ്യക്തിക്ക് ഹലാലാവില്ല. വലാ ദീ മിറത്തിൻ, പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിക്കും ചോദിച്ചു നടക്കൽ യാചിച്ചു നടക്കൽ അനുവദനീയമാവില്ല. ഐ കുവ്വത്തിൻ സബീൻ, ശരിയായ ആരോഗ്യം. ഐ താമുൽ ഖൽഖി, പൂർണ്ണനായ സൃഷ്ടിപ്പുള്ള വ്യക്തി. സാലിമിൻ മിൻ മവാനിയിൽ ഇക്തിസാബി, അധ്വാനിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിച്ചു നടക്കൽ യാചിച്ചു നടക്കൽ ഉണ്ടാവില്ല, ഹലാലാവില്ല എന്ന് ഇമാം തുർമുദി. അതുപോലെ ഒനിയി, അത്യാവശ്യം അയാൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളും സംവിധാനവും ഒക്കെ ഉണ്ട്. എന്നിട്ട് അയാളാണ് ഈ ഒനിയി എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനാവണമെന്നൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ചോദിച്ച് നടക്കൽ, ഓരോരുത്തരോടും യാചിക്കൽ, അതെന്താണ്? ഹലാലായ പരിപാടിയല്ല. ആരോഗ്യമുള്ളവർ പോയി പണിയെടുത്ത് ജീവിച്ചോളും. അല്ലാതെ ഞാൻ എല്ലാ വർഷവും ഇവിടെ വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിരിവിന് നടക്കലല്ല. അത് ഒരാൾക്കും പറ്റിയ ജോലിയല്ല. അതുകൊണ്ട് അത് ഹലാലല്ല എങ്കിൽ പിന്നെ അങ്ങനെ യാചിച്ചിട്ട് കിട്ടുന്ന പണം എന്താ? അത് ഹറാമായിരിക്കും. അത് ഭക്ഷിക്കൽ നമുക്ക് ഹലാലാവില്ല. അപ്പം അതുകൊണ്ട് ചോദിക്കാൻ യാചിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് അല്ല, അവർക്ക് അത് ഹലാലാക്കിയിട്ടുള്ളതല്ല. ഇല്ലാലിതി ഫക്രിൻ മുദക്കഴിൻ, കഠിനമായ ദാരിദ്ര്യമുള്ള ഒരു വ്യക്തിക്കല്ലാതെ യാചിക്കൽ എന്ത് ചെയ്യില്ല, കഠിന ദാരിദ്ര്യം. ഔ വറമിൻ മുഫ്ലഹിൻ, അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് മൊത്തവും കൊടുത്താൽ തീരില്ലാത്തത്രയും കടം കൊണ്ട് മുങ്ങിപ്പോയ വ്യക്തി. മുങ്ങിയ കടം, അയാൾക്ക് ഒത്തിരി എന്ത് ചെയ്യുന്ന ലക്ഷങ്ങൾ കടമാണ്, പക്ഷെ എന്തില്ല, തീർക്കാൻ ഒരു വശവും ഇല്ല. അങ്ങനെ വന്നാൽ അയാൾക്ക് ആ കടം തീരുന്നത് വരെ എന്ത് ചെയ്യാം, ചോദിച്ച് നടക്കാം. കടത്തിൽ മുങ്ങിപ്പോയ വ്യക്തിയാണ്. കാരണം കടക്കാരൻ, കടം കൊണ്ട് വലഞ്ഞവൻ സക്കാത്തിന്റെ 8 ഓഹരിക്ക് അവകാശപ്പെട്ടവരിൽ ഒരാൾ കൂടിയാണ്. അവർക്ക് ചോദിക്കാം. ദാരിദ്ര്യം കൊണ്ട് മുങ്ങിപ്പോയി, ഒരു രക്ഷയുമില്ല, ഒരു നിത്യാഹാരത്തിന് പോലുമുള്ള ഒന്നുമില്ല. ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ താൽക്കാലികം അയാൾക്ക് എന്ത് ചെയ്യാൻ നിലനിൽക്കാൻ വേണ്ടി ആളുകളോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആരോഗ്യമുണ്ട് പണിയെടുക്കാൻ, എങ്കിൽ പിന്നെ നമ്മളോട് എന്ത് ചെയ്യാൻ പാടില്ല, ചോദിച്ചു നടക്കാൻ പാടില്ല. യാചന ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടില്ല. എന്നാൽ യാചിച്ചു വന്നവനെ ആട്ടിവിടാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കുതിരപ്പുറത്ത് വന്നിട്ട് ഒരാൾ നമ്മളോട് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെട്ടാലും കൊടുക്കണം. അമ്മ സായില വലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ ആട്ടി ഓടിക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആര് ചോദിച്ചു വന്നാലും കൊടുക്കണം. അവൻ ചതിക്കാനോ കള്ളത്തരോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തിക്കണം.